സൗണ്ട് കുറയ്ക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഒരു ചെറിയൊരു ഡിലേ വന്നു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ വെൽക്കം ടു ഇമെറിറ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കായ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിലെ 2 ക്ലാസ്സസ് നമുക്ക് കഴിഞ്ഞു. 2 ലൈവ് ക്ലാസ്സസ് കഴിഞ്ഞു. ഒന്ന് നമ്മൾ ആപ്പിലാണ് ചെയ്തത്, ഒന്ന് നമ്മൾ യൂട്യൂബ് ലൈവ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്. ആദ്യത്തെ ക്ലാസ് ആപ്പിൽ ഉണ്ട്, അപ്പോൾ അത് മിസ് ചെയ്തിട്ടുള്ളവരെ ആപ്പിൽ വിസിറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തതും ആപ്പിലുണ്ട്, രണ്ടാമത്തെ ക്ലാസ്സും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ആപ്പിൽ കയറിയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ ക്ലാസ്സിൽ റെസിസ്റ്റൻസ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, പവർ ഡിസിപ്പേഷൻ ഇൻ റെസിസ്റ്റർ സർക്യൂട്ട്സ്, ബൾബ് പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ സോഴ്സസിനെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ തന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ സ്റ്റാർ ഡെൽറ്റ കൺവെർഷൻ എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർ ഡെൽറ്റ കൺവേർഷനിൽ നമ്മൾ ഇലക്ട്രിക്കൽ പഠിച്ച എല്ലാവർക്കും അറിയാം, സ്റ്റാറും ഡെൽറ്റയും എന്ന് പറയുന്നത് 3 സെറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ 3 സെറ്റ് ഓഫ് എലമെൻസിനെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ നമുക്ക് 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സ്റ്റാർ ആയിട്ടും ഒന്ന് ഡെൽറ്റ ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർ മീൻസ് നമ്മളിപ്പോൾ ആദ്യം തൽക്കാലം DC സർക്യൂട്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെസിസ്റ്റേഴ്സ് മാത്രം, റെസിസ്റ്റർ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ടാണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്റ്റാർ നെറ്റ്വർക്ക് മീൻസ് star is connected in this fashion, 3 resistors. 3 resistors, say RA, RB, RC, 3 resistors connected in this fashion. You can call it as star network. Star network എന്നോ Y network എന്നോ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക്, ഇതിൻ്റെ ഈക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. So I am drawing the equivalent delta network. There is another arm of the delta network, the third arm. So the delta network, is the outside network. ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നതിൽ outside network ആണ് delta network. So that is it can be represented just like, say, this is RA ക്കും. ഇപ്പോൾ സ്റ്റാറിലെ ഡിനോമിനേഷൻസ് എന്ന് പറഞ്ഞാൽ RA, RB, RC. സ്റ്റാറിലെ ഡിനോമിനേഷൻസ് RA, RB, RC. ഗ്രീൻ കളറിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് സ്റ്റാർ നെറ്റ്വർക്ക്. അതിലെ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ RA, RB, RC. ഞാൻ റെഡിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ്, ഗ്രീൻ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ ഇക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക്. സോ ഇക്വലന്റ് ഡെൽറ്റ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലുള്ള നെറ്റ്വർക്കാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിലായിരിക്കും നമ്മൾ 3 എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യുന്നത്. ആ 3 എലമെൻറ്റ്സിനെ ഞാൻ നെയിം ചെയ്യുന്നത് RAയ്ക്കും RBയ്ക്കും, RAയുടെയും RBയുടെയും, സ്റ്റാറിലുള്ള RAയുടെയും RBയുടെയും ബിറ്റ്വീൻ വരുന്ന എലമെൻറ്റിനെ ഞാൻ RAB എന്നും, RBയ്ക്കും RCയ്ക്കും ഇടയിലുള്ളതിനെ RBC എന്നും, RCയ്ക്കും RAയ്ക്കും ഇടയിലുള്ളതിനെ ഞാൻ RCA എന്നും ഞാൻ നെയിം ചെയ്യുന്നു.
അപ്പം ഈ നെയിമിങ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാര്യം ഇക്വേഷൻ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പഠിച്ചിരിക്കാൻ വേണ്ടിയാണ്, മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഞാൻ ഇതിനെ നെയിം ചെയ്യുന്നത്. അപ്പം RA RB RC ഗ്രീൻ കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാറും റെഡിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഡെൽറ്റയാണ്. അപ്പൊ ഡെൽറ്റയിലെ റെപ്രസെന്റേഷൻസ് എന്തൊക്കെയാണ്? എലമെന്റ്സ് RAB RBC ആൻഡ് RCA. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് RAB എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? RAയുടെയും RBയുടെയും പോയിന്റ്സിനിടയിലാണ് ഞാൻ RAB എന്ന് പറയുന്ന ഡെൽറ്റയുടെ എലമെന്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. RBയും RC എന്ന് പറയുന്ന സ്റ്റാറിന്റെ എലമെന്റിന്റെ ഇടയിലാണ് ഞാൻ RBC എന്ന് പറയുന്ന ഡെൽറ്റ എലമെന്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. RAക്കും RCക്കും ഇടയിലുള്ള സ്പേസിലാണ്, അല്ലെങ്കിൽ അതിനിടയിലുള്ള എലമെന്റ് ആയിട്ടാണ് RCA എന്ന് പറയുന്ന ഡെൽറ്റ എലമെന്റിനെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇത് തമ്മിലുള്ള റിലേഷൻ, അപ്പം ഞാൻ ഇതിൽ നിന്ന് RA RB RC, അതായത് സ്റ്റാർ തന്നിട്ടുണ്ടെങ്കിൽ, സ്റ്റാറിലെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, സ്റ്റാറിലെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രീൻ വാല്യൂസ് ആണ്. RA RB RC വാല്യൂസ് ഗിവൺ, ദേ ആർ ദ ഗിവൺ വാല്യൂസ് എങ്കിൽ RAB RBC RCA എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ദ ഇക്വേഷൻ ഈസ് RAB എന്ന് പറയുന്നത് ഡെൽറ്റയിലെ വാല്യൂ ആണ്. RAB എന്ന് പറഞ്ഞാൽ RARB പ്ലസ് RBRC പ്ലസ് RCRA. അതായത് സ്റ്റാറിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന എലമെന്റ്സിലെ ഏതെങ്കിലും 2 എലമെന്റ് എടുത്തിട്ട് ആ 2 എലമെന്റിന്റെ പ്രോഡക്റ്റ്, അങ്ങനെ എല്ലാ കോമ്പിനേഷന്റെയും പ്രോഡക്റ്റ് എടുത്ത് ആഡ് ചെയ്യുക. അതായത് RARB അടുത്ത് ബിയും സിയും എടുത്ത് RBRC പ്ലസ് RCRA. അപ്പം 2 റെസിസ്റ്റേഴ്സ് അറ്റ് എ ടൈം എടുക്കുക, പ്രോഡക്റ്റ് എടുക്കുക, അതിൻ്റെ സം. അങ്ങനെ 3 കോമ്പിനേഷൻസ് നമുക്ക് വരും. RARB പ്ലസ് RBRC പ്ലസ് RCRA ഡിവൈഡഡ് ബൈ AB-യിൽ ഇല്ലാത്ത ടെർമിനോളജി, AB-യിൽ ഇല്ലാത്ത നൊട്ടേഷൻ എന്ന് പറയുന്നത് C ആണ്. സോ ഡിവൈഡഡ് ബൈ RC. ഇങ്ങനെ വേണം ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് RARB പ്ലസ് RBRC പ്ലസ് RCRA ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എഴുതേണ്ട എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റയിൽ എഴുതാത്ത എലമെന്റ്, ഡെൽറ്റയിൽ എഴുതാത്ത സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് C ആണ്. ആ സിയുടെ എലമെന്റ് ആയിരിക്കും ഡിവൈഡഡ് ബൈ RC ആയിരിക്കും RAB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ പൊസിഷൻ, ഇത് ഫിഗറിനെ വെച്ച് നമുക്ക് എങ്ങനെ പറയാം? ഫിഗറിലെ പൊസിഷൻ വെച്ചിട്ട് എങ്ങനെ പറയാം നോക്കിയോ. RAB കണ്ടുപിടിക്കേണ്ടതാണ്. RAB എന്ന് പറയുന്നത് RARB മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് RBRC മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് RCRA മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം RARB പ്ലസ് RBRC പ്ലസ് RCRA മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ RAB ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. RABക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന, RABയുടെ ഓപ്പോസിറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റാറിലെ എലമെന്റ് ആയ RC കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു സർക്യൂട്ട് തന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എയും ബിയും സി ഒന്നും ഇല്ല. സർക്യൂട്ടിൽ ഒരു വാല്യൂ തന്നിട്ട്, ഒരു സ്റ്റാർ സർക്യൂട്ട് തന്നിട്ട് അതിന്റെ ഇക്വലന്റ് ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എയും ബിയും സി ഒന്നും ഇല്ല. അപ്പം നമുക്ക് അവിടെ കൺഫ്യൂസിങ് വരരുത്. അപ്പോൾ അവിടെ നിങ്ങൾ ഇക്വലന്റ് ഡെൽറ്റ കണ്ടുപിടിക്കുമ്പം ഡെൽറ്റ വാല്യൂവിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന സ്റ്റാർ വാല്യൂ കൊണ്ട് വേണം ആ പർട്ടിക്കുലർ ഡെൽറ്റ വാല്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടെ ഇക്വേഷൻ പറയാം. RAB equal to RARB plus RBRC plus RCRA divided by RC. ഇതുപോലെ നമുക്ക് RBC ഈസി ആയിട്ട് എഴുതാം. RBC ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്. ന്യൂമറേറ്റർ ഓൾവേസ് റിമെയിൻസ് ദ സെയിം. RARB plus RBRC plus RCRA divided by ബിയിലും സിയിലും ഇല്ലാത്ത എലമെന്റ്, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ RA.
Similarly, you can write the equation for you can write the equation for RCA equal to RA RB. Numerator same ആണ് RB RC plus RC RA divided by RB. ഇതിലില്ലാത്ത CA ഇല്ലാത്ത എലമെന്റ് RB കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് ഒരു സ്റ്റാർ നെറ്റ്വർക്ക് തന്നിരിക്കും. യു ഹാവ് ടു ഫൈൻഡ് ദ ഡെൽറ്റ നെറ്റ്വർക്ക്. സ്റ്റാർ തന്നിട്ടുണ്ട്, ഡെൽറ്റയിലെ എലമെന്റ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇത് ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിരിക്കും. ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് ആക്കുമ്പോൾ ന്യൂമറേറ്റർ റിമെയിൻസ് ദ സെയിം, ഡിനോമിനേറ്റർ വിൽ ബി ഡിഫറെന്റ്. നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് എങ്ങനെയായിരിക്കും, നമ്മൾ ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ഒരു സ്റ്റാർ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഒരു സ്റ്റാർ നെറ്റ്വർക്ക് സപ്പോസ് ഒരു സ്റ്റാർ നെറ്റ്വർക്ക് say for example numerical value I am giving it as say for example randomly I am giving it as 10 ohm, say 5 ohm and say 3 ohm. അപ്പോൾ ഇതിന്റെ ഇക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ഇക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക് suppose I am drawing using yellow. So this is one element of delta, this is the second element of the delta, and this is the third element of delta. അപ്പം ഡെൽറ്റയുടെ 3 എലമെന്റ് എന്ന് പറയുന്നത് സപ്പോസ് ഐ ആം നെയിമിങ് ഇറ്റ് ആസ് സേ R1 R2 R3 എന്ന് ഞാൻ വെറുതെ എഴുതുകയാണ്. എനിക്ക് R1 R2 R3യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. R1 R2 R3 എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർ ടു ഡെൽറ്റയാണ്. അപ്പം R1 എങ്ങനെ കണ്ടുപിടിക്കും? R1 ഈക്വൽ ടു ന്യൂമറേറ്റർ സെയിം ആയിരിക്കും അല്ലേ? രണ്ട് റെസിസ്റ്ററിന്റെ കോമ്പിനേഷൻ എടുക്കുക, അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക, അങ്ങനെ ആ 3 കോമ്പിനേഷന്റെയും കൂടെ സം എടുക്കുക. സോ 10 into 5 plus 5 into 3 plus 5 into 3 plus 3 into 10 അല്ലേ? 3 കോമ്പിനേഷൻ, അതിന്റെ അഡീഷൻ ഡിവൈഡഡ് ബൈ R1ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റെസിസ്റ്റൻസ് 3 ohm ആണ്. സോ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ R1 കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. 10 into 5 plus 5 into 3 plus 3 into 10 ഡിവൈഡഡ് ബൈ R1ന് ഓപ്പോസിറ്റ് കിടക്കുന്ന സ്റ്റാറിലെ റെസിസ്റ്റൻസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഫോർ R2 ഈക്വൽ ടു യു ക്യാൻ ഫൈൻഡ് ലൈക്ക് ന്യൂമറേറ്റർ സെയിം ആണ്. 10 into 5 plus 5 into 3 plus 3 into 10 the whole divided by R2 എന്ന് പറയുന്ന 5 ohm. R2 എന്ന് പറയുന്നത് ഇവിടെയാണ്, 3ക്കും 5നും ഇടയിലുള്ളതാണ്. 3ക്കും 5നും ഇടയിലുള്ളത് എന്ന് പറയുന്ന 3യും 5നും ഇടയിലുള്ളതായതുകൊണ്ട് R2ന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ 3ക്കും 5നും അവോയ്ഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, 3യും 5ഉം അല്ലാത്ത റെസിസ്റ്റൻസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Similarly R3 equal to similarly R3 equal to the numerator remains the same, 10 into 5 plus 5 into 3 plus 3 into 10 the whole divided by what is the answer?
R3 എന്ന് പറയുന്നത് 3 ഓമിനും 10 ഓമിനും ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3ഉം 10ഉം ഒഴിച്ചിട്ടുള്ള ബാക്കി റെസിസ്റ്റൻസ് ആയ 5 ഓം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഈ 3 ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഒരു സ്റ്റാർ നെറ്റ്വർക്ക് തരാം, അതിൻ്റെ ഇക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറയാം. അപ്പോൾ എപ്പോഴും RAB എന്ന് പറയുമ്പം ഡിവൈഡ് ചെയ്യേണ്ട പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ AB-യിൽ ഇല്ലാത്ത പാരാമീറ്റർ RAയും അല്ല RBയും അല്ല RC കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. RBC എന്ന് പറയുമ്പം RA കൊണ്ട് ഡിവൈഡ് ചെയ്യുക, RCA എന്ന് പറയുമ്പം RB കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് സ്റ്റാർ ഡെൽറ്റ കൺവെർഷൻ. ഇനി തിരിച്ച് ഡെൽറ്റ വാല്യൂ തന്നു കഴിഞ്ഞാൽ ഇക്വലന്റ് സ്റ്റാർ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ വാല്യൂ തന്നു കഴിഞ്ഞാൽ, ഡെൽറ്റ വാല്യൂ മീൻസ് നമ്മുടെ ഫിഗറിൽ സപ്പോസ് ദ ഡെൽറ്റ ഈസ് ഗിവൺ like RAB, RBC and RCA. സപ്പോസ് ദ സ്റ്റാർ വാല്യൂ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, സ്റ്റാർ where it is RA, RB and RC equivalent star ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, that means the pink values are given, you have to find the yellow values. യെല്ലോ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാർ വാല്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതെങ്ങനെ കിട്ടും? അപ്പം അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് RA, RB, RC ആണ്. ഇത് കിട്ടുന്നത് RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RAയിൽ കണക്ട് ചെയ്യപ്പെട്ട റെസിസ്റ്റൻസ്, RAയിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് RCAയും RABയും ആണ് അല്ലേ. RA എന്ന് പറയുന്നതിൻ്റെ വെർട്ടെക്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ് RCAയും RAB ആണ്. സോ മൾട്ടിപ്ലൈ RAB and RCA divided by sum of the three resistance. ഡെൽറ്റയിലുള്ള എല്ലാ റെസിസ്റ്റൻസിൻ്റെ സം RAB plus RBC plus RCA. അപ്പോൾ RB എങ്ങനെ എഴുതാം? RBയുടെ കോമ്പിനേഷൻ, RBയുടെ വെർട്ടീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് RBCയും RABയും. സോ RBC into RAB divided by ഡിനോമിനേറ്റർ സെയിം ആണ്, RAB plus RBC plus RCA. സിമിലർലി RC എങ്ങനെ എഴുതാം? RCയുടെ വെർട്ടെക്സിൽ കണക്ട് ചെയ്യപ്പെട്ട RCAയും RBCയും. സോ RC equal to RBC into RCA divided by RAB plus RBC plus RCA. ഇത് മൂന്നുമാണ് നമ്മുടെ ഡെൽറ്റയിൽ നിന്ന് സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. സോ എ സർട്ടൻ വാല്യൂ ഈസ് ഗിവൺ ഇൻ ദ ഡെൽറ്റ. ഡെൽറ്റയിലെ ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് നോക്കാം. ഡെൽറ്റയിൽ ന്യൂമറിക്കൽ വാല്യൂ ഇട്ട് നോക്കാം. സോ ദിസ് ഈസ് എ ഡെൽറ്റ നെറ്റ്വർക്ക് where this is say 10, 5 and 3, the 3 arms of the delta network. Equivalent star എങ്ങനെയായിരിക്കും? So star means the equivalent star is the equivalent star. അപ്പോൾ equivalent starൽ സ്റ്റാറിനെ ഞാൻ R1, R2, R3 എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ how to find R1, R2, R3 from 10, 5, 3. അപ്പോൾ R1 എങ്ങനെ കണ്ടുപിടിക്കും? R1 കണ്ടുപിടിക്കാനായിട്ട് R1ൻ്റെ വെർട്ടെക്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് 3ഉം 10ഉം, 3 into 10 divided by sum of the delta elements. Sum of the delta elements means 3 plus 10 plus 5. 3 plus 10 plus 5. Okay.
3 plus 10 plus 5. 3 plus 10 plus 5. Similarly, how to find R2? R2 എങ്ങനെ കിട്ടും? R2ന്റെ വെർട്ടെക്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന 10 ഓമും 5 ഓമും. സോ 10 into 5 divided by 3 plus 10 plus 5. ഇനി R3 എങ്ങനെ കിട്ടും? R3 equal to R3യുടെ വെർട്ടെക്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന 3ഉം 5ഉം. സോ 3 into 5 divided by 3 plus 10 plus 5. ഇങ്ങനെ നമുക്ക് ഇക്വലന്റ് സ്റ്റാർ നെറ്റ്വർക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ്റെ 2 ഇക്വേഷൻസും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫിഗറിനെ ബേസ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യം സ്റ്റാർ ഡെൽറ്റ പറയാം നമുക്ക്. സ്റ്റാർ ഡെൽറ്റയിൽ RA സ്റ്റാർ തന്നേക്കും, RA RB RC തന്നേക്കും. യു ഹാവ് ടു ഫൈൻഡ് RAB RBC RCA. RAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RA RB പ്ലസ് RB RC പ്ലസ് RC RA ഡിവൈഡഡ് ബൈ എക്കും ബിയിലും ഇല്ലാത്തത്. RAB എന്ന് പറഞ്ഞാൽ RAയിലും RBക്കും ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത റെസിസ്റ്റൻസ് ആയ RC കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ പറയാം. RAB ഈക്വൽ ടു RA RB പ്ലസ് RB RC പ്ലസ് RC RA ഡിവൈഡഡ് ബൈ RC. ഓക്കെ, ഇനി അതുപോലെ RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ സെയിം ആയിരിക്കും. RA RB പ്ലസ് RB RC പ്ലസ് RC RA ഡിവൈഡഡ് ബൈ ബിയിലും സിയിലും കണക്ട് ചെയ്യാത്ത റെസിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ RA ആണ്. RA കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ RBC ഈക്വൽ ടു RA RB പ്ലസ് RB RC പ്ലസ് RC RA ഡിവൈഡഡ് ബൈ RA. സിമിലർലി RCA എന്ന് പറഞ്ഞാൽ RA RB പ്ലസ് RB RC പ്ലസ് RC RA ഡിവൈഡഡ് ബൈ RB. ഇനി ഇതുപോലെ നമ്മുടെ ഡെൽറ്റ സ്റ്റാർ കൺവെർഷൻ. ഡെൽറ്റ തന്നിരിക്കും, സ്റ്റാർ കണ്ടുപിടിക്കണം. RAB RBC RCA തന്നിരിക്കും. യു ഹാവ് ടു ഫൈൻഡ് RA RB RC. RA എങ്ങനെ കിട്ടും? RA ഈക്വൽ ടു RAയുടെ വെർട്ടെക്സിൽ കണക്ട് ചെയ്യപ്പെട്ട 2 ഡെൽറ്റ എലമെന്റ്സ്, അതായത് RAB ഇൻറ്റു RCA ഡിവൈഡഡ് ബൈ RAB പ്ലസ് RBC പ്ലസ് RCA. അതുപോലെ RB എങ്ങനെ കണ്ടുപിടിക്കും? RAB ഇൻറ്റു RBC ഡിവൈഡഡ് ബൈ RAB പ്ലസ് RBC പ്ലസ് RCA. സിമിലർലി RC എങ്ങനെ കണ്ടുപിടിക്കും? RCയുടെ വെർട്ടെക്സിൽ കണക്ട് ചെയ്യപ്പെട്ട RCA ഇൻറ്റു RBC ഡിവൈഡഡ് ബൈ RCA പ്ലസ് RAB പ്ലസ് RBC. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ സ്റ്റാറും സ്റ്റാർ ഡെൽറ്റ കൺവെർഷൻസും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു അഡീഷണൽ പോയിന്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. അതായത് ഇപ്പം 3 ഈക്വൽ റെസിസ്റ്റൻസ് സ്റ്റാർ നെറ്റ്വർക്കിൽ 3 ഈക്വൽ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു സ്റ്റാർ നെറ്റ്വർക്കാണ്. അപ്പോൾ 3 ഈക്വൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ 6 ആണെങ്കിൽ ഇതിന്റെ ഇക്വലന്റ് ഡെൽറ്റ എത്രയായിരിക്കും? ഇതിന്റെ ഇക്വലന്റ് ഡെൽറ്റ എത്രയായിരിക്കും? ഈ ഡെൽറ്റ വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ ഡെൽറ്റ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു സ്റ്റാർ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം 2 റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻ എടുത്ത് പ്രോഡക്റ്റ് എടുത്ത് ആഡ് ചെയ്യും, അല്ലേ? അപ്പോൾ R ഇൻറ്റു R, സോ R സ്ക്വയർ പ്ലസ് R ഇൻറ്റു R, that is again R square plus R into R, again that is R square, അല്ലേ? Once more. Question mark നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? Question mark element equal to R into R, that is R square plus R square plus R square divided by ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ എല്ലാം ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ മാർക്കിന് ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് സെയിം ആയിരിക്കും. സോ ദാറ്റ് മീൻസ് again it will be R. So that is equal to 3R square by R. So that is equal to 3R. The answer will be 3R. അതായത് ഇതൊരു വലിയ ഒരു പോയിന്റ് ആണ്.
ഒരു സ്റ്റാർ നെറ്റ്വർക്കിന്റെ ഇക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കിയാൽ, ഒരു സ്റ്റാർ നെറ്റ്വർക്കിന്റെ ഇക്വലന്റ് ഡെൽറ്റ നെറ്റ്വർക്ക്, if all the resistance of the star network remains the same, then the value of the corresponding delta resistance will be 3 times that of the star network. അപ്പോൾ സ്റ്റാർ നെറ്റ്വർക്കിന്റെ എല്ലാ എലമെന്റ്സിനും ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നോക്കൂ, എല്ലാ എലമെന്റ്സും ആറാണ് അല്ലെ, എല്ലാ എലമെന്റ്സും ആറാണ്. അതിന്റെ ഈക്വലന്റ് ഡെൽറ്റ കണ്ടുപിടിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 3R ആയിരിക്കും. ഓരോ ആമിന്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് യൂസ്ഡ് ഇൻ സ്റ്റാർ നെറ്റ്വർക്ക്. ഇപ്പൊ സ്റ്റാർ നെറ്റ്വർക്കിൽ എത്ര റെസിസ്റ്റൻസ് ആണോ ഉണ്ടായിരുന്നത് അതിന്റെ 3 ടൈംസ് ആയിരിക്കും ഡെൽറ്റയിലെ റെസിസ്റ്റൻസ് വാല്യൂ. ഇത് നമുക്ക് റെസിസ്റ്റൻസിന് മാത്രമല്ല ഇമ്പിഡൻസിനും ഇത് കറക്റ്റ് ആണ്. ഇമ്പിഡൻസ് എന്ന് നമ്മൾ AC സർക്യൂട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇമ്പിഡൻസിനും ഇത് സെയിം ആണ്. അതായത് ഒരു ഈക്വൽ ഇമ്പിഡൻസ് ഉള്ള ഒരു സ്റ്റാർ നെറ്റ്വർക്ക്, ഇപ്പൊ Z എന്ന് പറയുന്ന ഇമ്പിഡൻസ് ഉള്ള ഒരു സ്റ്റാർ നെറ്റ്വർക്കിന് നിങ്ങൾ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഡെൽറ്റയുടെ ഓരോ ആമിന്റെയും ഇമ്പിഡൻസ് വാല്യൂ 3Z ആയിരിക്കും. 3 ടൈംസ് ഇമ്പിഡൻസ് വാല്യൂ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇത് PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് മാറിയാൽ സ്റ്റാറിലുള്ള റെസിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ, സ്റ്റാറിലുള്ള റെസിസ്റ്റൻസ്, സ്റ്റാറിന്റെ 3 ആംസിലുള്ള റെസിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ അതിനെ ഈക്വലന്റ് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഡെൽറ്റയുടെ ഓരോ ആമിലുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ടൈംസ് ദാറ്റ് ഓഫ് സ്റ്റാർ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് തിരിച്ചും കറക്റ്റ് ആണ്. തിരിച്ച് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റയുടെ എല്ലാ ആംസും സപ്പോസ് 3R ആണെങ്കിൽ, ഡെൽറ്റയുടെ എല്ലാ ആംസും 3R ആണെങ്കിൽ അതിന്റെ ഇക്വലന്റ് സ്റ്റാർ കണ്ടുപിടിച്ചാൽ സ്റ്റാറിലെ ഓരോ ആമും ഡെൽറ്റയിലുള്ള ആമിനേക്കാൾ 1/3 റെസിസ്റ്റൻസേ കിട്ടത്തുള്ളൂ. ഡെൽറ്റയിലുള്ള റെസിസ്റ്റൻസിന്റെ 1/3 റെസിസ്റ്റൻസേ കിട്ടത്തുള്ളൂ. ഇതിൽ നിന്ന് നമുക്കൊരു ഫോർമുല നമുക്ക് സെറ്റ് ചെയ്യാം. R അതായത് ഇപ്പോൾ ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് സ്റ്റാർ നെറ്റ്വർക്ക്, ഓൾ ദ റെസിസ്റ്റൻസ് ഓഫ് സ്റ്റാർ നെറ്റ്വർക്ക് ഈസ് R ആണെങ്കിൽ, R സ്റ്റാർ ആണെങ്കിൽ ഡെൽറ്റയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ടൈംസ് ആയിരിക്കും. ഡെൽറ്റ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ടൈംസ് R സ്റ്റാർ ആയിരിക്കും. 3 ടൈംസ് R സ്റ്റാർ ആയിരിക്കും. This is for delta. Sorry. For star delta conversion, സ്റ്റാറിന്റെ ഓരോ ആമിലുള്ള റെസിസ്റ്റൻസും R സ്റ്റാർ ആണെങ്കിൽ ഡെൽറ്റ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഡെൽറ്റ ഈക്വൽ ടു 3 ടൈംസ് R സ്റ്റാർ ആയിരിക്കും. 3 ടൈംസ് R സ്റ്റാർ ആയിരിക്കും. ഇനി ഡെൽറ്റ സ്റ്റാർ ആണെങ്കിൽ if each arm of delta is R delta, then the star resistance will be equal to 1/3 resistance of R delta. 1/3 resistance of R delta. 1/3 resistance of R delta. അതായത് ഡെൽറ്റ നെറ്റ്വർക്കിൽ ഇമ്പിഡൻസ് വാല്യൂ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും. സ്റ്റാർ നെറ്റ്വർക്കിൽ ഡെൽറ്റയിൽ കൂടുതലും സ്റ്റാറിൽ കുറവായിരിക്കും. സ്റ്റാറിൽ 1/3 റെസിസ്റ്റൻസേ ഉള്ളൂ, ഡെൽറ്റയിൽ 3 ടൈംസ് റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് സ്റ്റാർ നെറ്റ്വർക്കിൽ ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇതിന്റെ ഇക്വലന്റ് ഡെൽറ്റ എടുത്താൽ ഡെൽറ്റ നെറ്റ്വർക്കിൽ ഇമ്പിഡൻസ് ആൻഡ് റെസിസ്റ്റൻസ് വിൽ ബി ഹയർ വാല്യൂ ആയിരിക്കും. അപ്പൊ സ്റ്റാർ നെറ്റ്വർക്കിൽ ഇമ്പിഡൻസും റെസിസ്റ്റൻസും കുറവായിരിക്കും, ഡെൽറ്റ നെറ്റ്വർക്കിൽ ഇമ്പിഡൻസും റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. അതേപോലെ ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 ടൈംസ് ആവും.
ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/3 ആവും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 3 ഈക്വൽ റെസിസ്റ്റൻസ് ഓഫ് 3 ohms ആർ കണക്റ്റഡ് ഇൻ സ്റ്റാർ. What is the resistance in one of the arms in an equivalent delta circuit? അപ്പോൾ സ്റ്റാറിൽ ഒരു എലമെന്റിന്റെ വാല്യൂ 3 ആണ്, ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. സോ 3 ohms, ഇറ്റ് ഈസ് ഗിവൺ ആസ് 3 ohms. അപ്പൊ ഈക്വലന്റ് ഡെൽറ്റയില് ഒരു ആമിലെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പൊ നമുക്കറിയാം ഇസഡ് ഡെൽറ്റ ഈക്വൽ ടു ഇസഡ് ഡെൽറ്റ എന്ന് പറയുന്നത് 3 ടൈംസ് ഇസഡ് സ്റ്റാർ ആണ് അല്ലേ? ഇസഡ് അല്ല, വേണമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് തന്നെ ആക്കാം. ഇമ്പിഡൻസിനും കറക്റ്റ് ആണ്. സപ്പോസ് ആർ ഡെൽറ്റ ഈക്വൽ ടു 3 ടൈംസ് ആർ സ്റ്റാർ. അപ്പോൾ ആർ സ്റ്റാറിന്റെ വാല്യൂ എത്രയാണ്? ആർ സ്റ്റാറിന്റെ വാല്യൂ 3 ആണ്. സോ 3 ടൈംസ്, സോ ദ ആൻസർ വിൽ ബി 3 × 3 9 ohms ആയിരിക്കും കറക്റ്റ് ആൻസർ. 3 × 3. അപ്പോൾ ഓരോ ആമിലെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 ohm ആയിരിക്കും. ഇനി 3 ഈക്വൽ റെസിസ്റ്റൻസ് ഓഫ് 5 ohms. 3 equal resistance of 5 ohms are connected in delta. What is the resistance in one of the arms in an equivalent star circuit? അപ്പം ഇവിടെ ഇക്വേഷൻ ഏതായിരിക്കും? ആർ സ്റ്റാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 1/3 ഓഫ് ആർ ഡെൽറ്റ. 1/3 ഓഫ് ആർ ഡെൽറ്റ. 1/3 ഓഫ് ആർ ഡെൽറ്റ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഓഫ് 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3. 5/3 ഈസ് 1.333. 1.33 ohms ആയിരിക്കും. സോ so the value will be 1.33 ohms. 1.33 ohms ആയിരിക്കും. One 1.33, 5/3, the value will be different. I think the value will be different. Okay, so anyway, the answer will be 1/3 of r delta. R delta value 5 ആണ്. So it will be 1/3 of 5. Okay, അപ്പോൾ അതാണ് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. Now we will move into the next topic. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഫണ്ടമെന്റൽസ് ഓഫ് നെറ്റ്വർക്ക് ആൻഡ് സർക്യൂട്ട്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, what is the difference between network and a circuit? What is the difference between a network and a circuit? അപ്പോൾ ഇവിടെ രണ്ട് ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് നെറ്റ്വർക്ക്, ഏതാണ് സർക്യൂട്ട്? So the first figure represents network. The first figure is a example of a network. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ കണക്ഷൻ ഓഫ് 2 or more സർക്യൂട്ട് എലമെന്റ്സ്. രണ്ടോ അതിലധികമോ സർക്യൂട്ട് എലമെന്റ്സിനെ ഇന്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നെറ്റ്വർക്ക് എന്ന് പറയാം. അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവണമെന്നില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്ത് ആവണമെന്നില്ല. നെറ്റ്വർക്കിന് ക്ലോസ്ഡ് പാത്ത് ആവണമെന്നില്ല, ഇന്റർ കണക്ഷൻ മാത്രം മതി. ഇന്റർ കണക്ഷൻ ഓഫ് 2 or more elements, you can call it as a network. So this is a network while this is a circuit. But is B, the figure B, I can call it as a network as well as a circuit. അതൊരു നെറ്റ്വർക്കും ആണ്, ഒരു സർക്യൂട്ടും ആണ്. സർക്യൂട്ട് ആവണമെങ്കിൽ എവറി സർക്യൂട്ട് ഈസ് എ നെറ്റ്വർക്ക്, ബട്ട് ദ സർക്യൂട്ട് ആവണമെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ ക്ലോസ്ഡ് പാത്ത്. ഒരു ക്ലോസ്ഡ് പാത്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് അതിനൊരു സർക്യൂട്ടായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. ഒരു ക്ലോസ്ഡ് പാത്തെങ്കിലും ഉണ്ടെങ്കിലേ അതിനെ ഒരു സർക്യൂട്ടായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. ഇഫ് ദ നെറ്റ്വർക്ക് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ ക്ലോസ്ഡ് പാത്ത്, ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പൊ ഫിഗർ ബി എന്ന് പറയുന്നത് നെറ്റ്വർക്കും ആണ്, സർക്യൂട്ടും ആണ്. പക്ഷേ ഫിഗർ എ, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ബട്ട് നോട്ട് എ സർക്യൂട്ട്. അപ്പൊ ഇതുപോലെ ഒരു ഫിഗർ കാണിച്ചിട്ട് ഓപ്ഷൻസ് തരാം. ഇറ്റ്സ് എ നെറ്റ്വർക്ക് ആൻഡ് സർക്യൂട്ട്, ഇറ്റ് ഈസ് നോട്ട് എ നെറ്റ്വർക്ക് നോർ എ സർക്യൂട്ട്, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ബട്ട് നോട്ട് സർക്യൂട്ട്, ഇറ്റ് ഈസ് എ സർക്യൂട്ട് ബട്ട് നോട്ട് നെറ്റ്വർക്ക്. അങ്ങനെ കൺഫ്യൂസിങ് ആവുന്ന ഓപ്ഷൻസ് തരാൻ സാധ്യതയുണ്ട്. അപ്പൊ നെറ്റ്വർക്കും സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ദിസ് ഈസ് എ നെറ്റ്വർക്ക്, ദിസ് ഈസ് എ സർക്യൂട്ട്. ആഫ്റ്റർ ഓൾ ദിസ് ഈസ് ഓൾസോ എ നെറ്റ്വർക്ക്. സർക്യൂട്ടും ആണ് നെറ്റ്വർക്കും ആണ്, പക്ഷേ ദിസ് ഈസ് ഓൺലി എ നെറ്റ്വർക്ക്
ബട്ട് നോട്ട് എ സർക്യൂട്ട് ബിക്കോസ് ഒരു ക്ലോസ്ഡ് പാത്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ സർക്യൂട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ എലമെന്റ്സ്. നമ്മുടെ സർക്യൂട്ടിൽ ലീനിയർ എലമെന്റ് ഏത്, നോൺ ലീനിയർ എലമെന്റ് ഏതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. If the value of resistance or capacitance or inductance doesn't change with, if the value of an element doesn't change with the variation in voltage or current, then that particular element you can call it as a linear element. Otherwise it is a non-linear element. അപ്പോൾ ഇവിടെ ലീനിയർ എലമെന്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. ലീനിയർ എലമെന്റിന് സാധാരണ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് resistance, inductance, capacitance. Uncharged capacitance, inductance and resistance ആണ് സാധാരണ നമ്മൾ ലീനിയർ എലമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, they are treated as the linear elements. Ordinary resistors, capacitors and inductors are examples of linear element. അപ്പോൾ which of the following given below is an example of a linear element? Resistor, diode, temperature dependent resistor or light dependent resistor. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഓർഡിനറി റെസിസ്റ്റർ മാത്രമാണ് ഇറ്റ്സ് എ ലീനിയർ എലമെന്റ്. നോൺ ലീനിയർ എലമെന്റ്സിന് എക്സാമ്പിൾ നോക്കുക. നമ്മുടെ സാധാരണ ഇലക്ട്രിക്കൽ എലമെന്റ്സിലെ നോൺ ലീനിയർ എലമെന്റ്സ് ആയിട്ടുള്ളത് ഒന്ന് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ VDR, voltage dependent capacitor, temperature dependent resistor, light dependent resistor, etc. are examples of non-linear elements. Even diode is also an example of a non-linear element. Diode വോൾട്ടേജും കറണ്ടിന്റെയും റിലേഷൻ ലീനിയർ റിലേഷൻ അല്ല. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ വോൾട്ടേജ് കറണ്ട് റിലേഷൻ ലീനിയർ ആണെങ്കിൽ മാത്രമേ അതിനൊരു ലീനിയർ ഇലക്ട്രിക്കൽ എലമെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോൺ ലീനിയർ എലമെന്റ്. അപ്പം നോൺ ലീനിയർ എലമെന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്ററിൽ തന്നെ ഓർഡിനറി റെസിസ്റ്റർ മാത്രമാണ് ലീനിയർ എലമെന്റ്. വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്ററും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് റെസിസ്റ്ററും ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ, ദേ ആർ ഓൾ നോൺ ലീനിയർ എലമെന്റ്സ്. അതിന്റെ വോൾട്ടേജ് കറണ്ട് ക്യാരൻ നോൺ ലീനിയർ ആണ്. ഓൾസോ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കപ്പാസിറ്റർ ഈസ് ഓൾസോ നോൺ ലീനിയർ. അപ്പം നോൺ ലീനിയർ എലമെന്റ്സ് ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. ദാറ്റ്സ് അനദർ പോയിന്റ്. നോൺ ലീനിയർ എലമെന്റ്സ് ഡസൻറ്റ് ഒബേ ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസൻറ്റ് ഒബേ ഓംസ് ലോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നോൺ ലീനിയർ എലമെന്റ് ഓപ്ഷനിൽ തരാം. ആ പർട്ടിക്കുലർ നോൺ ലീനിയർ എലമെന്റ് ആയിരിക്കും ഓംസ് ലോ ഒബേ ചെയ്യാത്തത്. അപ്പം ലീനിയർ ആൻഡ് നോൺ ലീനിയർ എലമെന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലീനിയർ എലമെന്റ് എന്ന് പറയുന്നത് ഓർഡിനറി റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ, വൈൽ നോൺ ലീനിയർ എലമെന്റ്സ് ആർ diode. Example, most of the electronic switches are non-linear elements. Also voltage dependent resistor, voltage dependent capacitor, temperature dependent resistor, light dependent resistor, etc. Linear elements obey Ohm's law, while non-linear elements do not obey Ohm's law. That's a point. Okay. Now, മൂന്നാമത്തെ പോയിന്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സ് ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സ്. ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ, അതിനെയാണ് ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഇൻക്രീസിംഗ് ലെവൽ ഓഫ് എനർജി ഈസ് നോൺ ആസ് ആക്റ്റീവ് എലമെന്റ്. ഫോർ എക്സാമ്പിൾ ബാറ്ററി, എല്ലാ സോഴ്സസും വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും ആക്റ്റീവ് എലമെന്റ് ആണ്. BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്, field effect transistors, op-amps, etc. are treated as active elements. Active elements in example ആണ് sources. അപ്പോൾ sources മിക്കതും active elements ആണ്. While the passive elements are mainly the circuit elements like resistors, capacitors, inductors, voltage dependent resistors, light dependent resistors, thermistors, etc. ഓൾമോസ്റ്റ് ലോഡ് എലമെന്റ്സ് എല്ലാം അല്ലെങ്കിൽ സർക്യൂട്ട് എലമെന്റ്സ് എല്ലാം എന്തുമായിരിക്കും? ദേ ആർ പാസീവ് എലമെന്റ്സ്. സോ ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് എനർജി. അങ്ങനെയുള്ള എല്ലാ എലമെന്റ്സിനെയും പാസീവ് എലമെന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആക്റ്റീവ് എലമെന്റ്സും പാസീവ് എലമെന്റ്സും സോഴ്സസ് എന്ന് പറയുന്നത് ആക്റ്റീവ് എലമെന്റ്സിൽ വരും.
load circuit elements, other circuit element, particularly those we are using in the load side, they are the passive elements. അപ്പോൾ ഇതിൽ ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആക്റ്റീവ് എലമെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാസീവ് എലമെന്റ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ സോഴ്സസിൽ വരുന്നതെല്ലാം ആക്റ്റീവ് എലമെന്റ് ആയിരിക്കും, അതർവൈസ് വിൽ ബി എ പാസീവ് എലമെന്റ്. ഓക്കെ, now the next classification is unilateral and bilateral elements. Unilateral and bilateral elements. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂണിലാറ്ററൽ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ സർക്യൂട്ട് ഒരു എലമെന്റിന് വോൾട്ടേജിന്റെ പൊളാരിറ്റി മാറിയാൽ, സപ്പോസ് ഐ ആം റിവേഴ്സിങ്, ആദ്യം വോൾട്ടേജ് പൊളാരിറ്റി കൊടുത്തപ്പോൾ ഐ ഗോട്ട് എ പർട്ടിക്കുലർ കറണ്ട് ഡയറക്ഷൻ അല്ലെ ദ കറണ്ട് മാഗ്നിറ്റ്യൂഡ്. വോൾട്ടേജ് പൊളാരിറ്റി തിരിച്ചു കൊടുത്താലും സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറണ്ട് മാറുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള എലമെന്റിനെ നമുക്ക് ബൈലാറ്ററൽ എലമെന്റ് എന്ന് പറയാം. ബൈലാറ്ററൽ. ഇപ്പോൾ വോൾട്ടേജിനെ തിരിച്ചാൽ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിൽ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാവുന്നത് ബൈലാറ്ററൽ എലമെന്റ് എന്നാണ്. ബൈലാറ്ററൽ എലമെന്റ്. അതേസമയം വോൾട്ടേജിന്റെ പൊളാരിറ്റി മാറുമ്പം കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ടെങ്കിൽ then it is called a unilateral element. Unilateral element. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് സെക്കൻഡ് പാരാമീറ്ററിന്റെ മാഗ്നിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടെങ്കിൽ അതിനെ യൂണിലാറ്ററൽ എലമെന്റ് എന്ന് പറയും. ഇപ്പൊ യൂണിലാറ്ററൽ എലമെന്റിന് എക്സാമ്പിൾ എന്ന് പറയുന്ന ബെസ്റ്റ് എക്സാമ്പിൾ യൂണിലാറ്ററൽ എലമെന്റ് ബെസ്റ്റ് എക്സാമ്പിൾ ഡയോഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ യൂണിലാറ്ററൽ എലമെന്റ്. ബൈലാറ്ററൽ എലമെന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ ബൈലാറ്ററൽ എലമെന്റ്സ്. അപ്പൊ യൂണിലാറ്ററൽ എലമെന്റ് എന്ന് പറയുന്നത് കറണ്ട് ഡയറക്ഷനോ വോൾട്ടേജോ തിരിച്ചു കഴിഞ്ഞാൽ ദ അതർ മാഗ്നിറ്റ്യൂഡ് വിൽ ചേഞ്ച്, ദ അതർ പാരാമീറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. പക്ഷേ ബൈലാറ്ററൽ എലമെന്റിൽ രണ്ട് സൈഡിൽ അല്ലെ ഡയറക്ഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റിവേഴ്സ് ചെയ്താലും magnitude of the other quantity will not change. That is called bilateral element. ഇപ്പോൾ ബൈലാറ്ററൽ എലമെന്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. വൈൽ ഡയോഡ്, ഓൾ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് സ്വിച്ചസ് എല്ലാം യൂണിലാറ്ററൽ എലമെന്റ്സ് ആണ്. ഓക്കെ, now the next point is lumped and distributed elements. ലംപ്ഡിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആണ്. ദേ ആർ സെപ്പറേറ്റ് എലമെന്റ്സ് അല്ലേ. ഒരു സർക്യൂട്ടിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സിന് പറയുന്ന പേരാണ് ലംപ്ഡ് എലമെന്റ്സ്. അപ്പോൾ റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആർ എക്സാമ്പിൾസ് ഓഫ് ലംപ്ഡ് പാരാമീറ്റേഴ്സ്. വൈൽ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ ലംപ്ഡ് പാരാമീറ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ട് എലമെന്റ്സ്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ. Transmission line is an example for distribution parameter. അപ്പം ലംപ്ഡ് പാരാമീറ്ററിന് എക്സാമ്പിൾ റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റർ. ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈനും ആയിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് നെറ്റ്വർക്ക്സ്. ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് അതുമായിട്ട് കൺഫ്യൂസിങ് ആവരുത്. ആക്റ്റീവ് ആൻഡ് എ നെറ്റ്വർക്ക് ദാറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ ആക്റ്റീവ് എലമെന്റ്. ഇപ്പോൾ ഒരു സോഴ്സ് എങ്കിലും ഉള്ള ഒരു സർക്യൂട്ടിന് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു സോഴ്സ് എങ്കിലും, ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് ഓർ കറണ്ട് സോഴ്സ് ഉള്ള ഒരു എലമെന്റ് എങ്കിലും ഉള്ള ഒരു നെറ്റ്വർക്കിനെ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയും. ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ ഇല്ലാത്ത ഏതൊരു നെറ്റ്വർക്കിനെ നമ്മൾ പാസീവ് നെറ്റ്വർക്ക് എന്നും പറയും. സോ ആക്റ്റീവ് ആൻഡ് പാസീവ് നെറ്റ്വർക്ക്, ഫോർ എക്സാമ്പിൾ active and passive network means this circuit is an example for an ഇതൊരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ഉള്ള ഒരു സർക്യൂട്ട് ആണ്. സോ ദിസ് സർക്യൂട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ആക്റ്റീവ് നെറ്റ്വർക്ക്. അപ്പോൾ ഇതൊരു ഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് ആയിരുന്നെങ്കിൽ ഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് ആണ്, സ്ക്വയർ എൻക്ലോഷർ ആയിരിക്കും സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ പ്ലസ് മൈനസ് ഒരു ഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് ആയിരുന്നെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ വി ആറിന് അതിൻ്റെ ഒരു 10 VR ഉള്ള ഒരു റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ്. സോ ദ സെക്കൻഡ് നെറ്റ്വർക്ക്, ദിസ് നെറ്റ്വർക്ക് ഈസ് എ പാസീവ് നെറ്റ്വർക്ക്. while this is an active network. So active network and passive network.
അറ്റ്ലീസ്റ്റ് ഒരു ആക്റ്റീവ് സോഴ്സെങ്കിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ ഉള്ള ഒരു നെറ്റ്വർക്കിനെയാണ് ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ ഇല്ലാത്ത ഒരു നെറ്റ്വർക്കിനെ നമുക്ക് പാസീവ് നെറ്റ്വർക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് നെറ്റ്വർക്ക് ആൻഡ് പാസീവ് നെറ്റ്വർക്ക്. ആക്റ്റീവ് നെറ്റ്വർക്കിൽ ആക്റ്റീവ് എലമെന്റ്സും ഉണ്ടാവും പാസീവ് എലമെന്റ്സും ഉണ്ടാവും. പക്ഷെ പാസീവ് നെറ്റ്വർക്കിൽ യു ക്യാൻ ഓൺലി ഫൈൻഡ് പാസീവ് എലമെന്റ്സ്. പാസീവ് എലമെന്റ്സ് മാത്രമുള്ള നെറ്റ്വർക്കിനെയാണ് പാസീവ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. ടൈമിനനുസരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട്, ടൈമിനനുസരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻസ് ചേഞ്ച് ചെയ്യുന്ന, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻസ് ചേഞ്ച് ചെയ്താൽ അതിനെ ടൈം വേരിയന്റ് എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ടൈം വേരിയന്റ്. അപ്പൊ ടൈം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന സർക്യൂട്ട്സിന് ടൈം വേരിയന്റ് സർക്യൂട്ട്സ് എന്നും, ടൈം ചേഞ്ച് ചെയ്താലും there is no change in the relation between input and output ആണെങ്കിൽ നമ്മൾ ടൈം ഇൻവേരിയന്റ് സിസ്റ്റംസ് എന്നും പറയും, ടൈം ഇൻവേരിയന്റ് നെറ്റ്വർക്ക്സ് എന്നും പറയും. സോ ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ് നെറ്റ്വർക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ മാറുന്നുണ്ടെങ്കിൽ ടൈം വേരിയന്റ്, മാറുന്നില്ലെങ്കിൽ ടൈം ഇൻവേരിയന്റ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സർക്യൂട്ട്സിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഞാൻ അത് ഒന്നും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് എന്തുവാണ് ഒരു നെറ്റ്വർക്ക് ആൻഡ് സർക്യൂട്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നെറ്റ്വർക്ക് ആൻഡ് സർക്യൂട്ട്? നെറ്റ്വർക്കിൽ എലമെന്റ്സ് മാത്രം പ്രസന്റ് ആയിരുന്നാൽ മതി, അതൊരു ക്ലോസ്ഡ് പാത്ത് ആവണമെന്നില്ല. ബട്ട് സർക്യൂട്ട് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത്. എല്ലാ സർക്യൂട്ട്സും നെറ്റ്വർക്കാണ്, പക്ഷെ എല്ലാ നെറ്റ്വർക്ക്സും സർക്യൂട്ട് ആവണമെന്നില്ല. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ എലമെന്റ്സ്. ലീനിയർ എലമെന്റ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് ആണ്. വൈൽ നോൺ ലീനിയർ എലമെന്റ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ, ഡയോഡ്, ഓൾ ഇലക്ട്രോണിക് സ്വിച്ചസ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ, വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കപ്പാസിറ്റർ എക്സെട്ര. ഓക്കെ, നൗ ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്ന എല്ലാ ടൈപ്പ് സോഴ്സസിനെ നമുക്ക് ആക്റ്റീവ് എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഓപ്പ് ആംപ്, ഡയോഡ്സ്, BJTs, ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് എക്സെട്ര. പക്ഷേ ബാക്കി എല്ലാ എലമെന്റ്സും റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റൻസ്, അതായത് എനർജി ലിബറേറ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാ എലമെന്റ്സിനെയും നമുക്ക് പാസീവ് എലമെന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുമ്പോൾ കറണ്ടിൽ മാറ്റം ഇല്ലെങ്കിൽ then you can call it as that as a bilateral element, otherwise it is a unilateral element. Unilateral element best example എന്ന് പറയുന്നത് ഡയോഡ് ആണ്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ ബൈലാറ്ററൽ എലമെന്റ്സ് ആണ്. ഓക്കെ, ഇനി ലംബ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സിൽ ലംബ്ഡ് പാരാമീറ്റേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്ററിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ. Now the next one is active and passive network. ആക്റ്റീവ് എലമെന്റ്സ് ഒന്നെങ്കിലും ഉള്ള ഒരു നെറ്റ്വർക്കിനെയാണ് ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മിനിമം ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം. പാസീവ് നെറ്റ്വർക്കിൽ ഒരു ആക്റ്റീവ് എലമെന്റ് പോലും കാണാൻ പാടില്ല. ഷുഡ് ബി ഫുള്ളി ഓഫ് പാസീവ് എലമെന്റ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ടൈം ഇൻവേരിയന്റ് ആൻഡ് ടൈം വേരിയന്റ്. ടൈം ഇൻവേരിയന്റ് എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ടൈം വേരിയന്റ്. ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ it is called time invariant. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് നമ്മൾ പറയും. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ സോഴ്സിനെ നമുക്ക് എങ്ങനെ, വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, ഒരു നെറ്റ്വർക്കിൽ ഒരു DC സർക്യൂട്ടിൽ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ. അപ്പോൾ ഈ ഫിഗറിൽ there is a വോൾട്ടേജ് സോഴ്സ് V, there is a കറണ്ട് സോഴ്സ് R. Vയും Rഉം ഒരു വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും ഉണ്ട്. ഒരു വോൾട്ടേജ് സോഴ്സ് suppose there is a voltage source in series with a resistor. So that means here is a voltage source V, ഒരു ബാറ്ററി ആണ്, അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ VR ഉണ്ട് എങ്കിൽ ഇതിന്റെ ഇക്വലന്റ് കറണ്ട് സോഴ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ട് എനിക്ക് എങ്ങനെ ചെയ്യാം? V by R ചെയ്തു കഴിഞ്ഞാൽ I will get I.
I will get I. V by R. V യും R ഉം V യും R ഉം V by R ചെയ്ത് കഴിഞ്ഞാൽ I will get I. So that is the value of the current source. So that is the value of the current source. So this is I. ഇതാണ് ആ I in parallel with that resistor. അപ്പോൾ ഇങ്ങനെ നമുക്ക് സർക്യൂട്ടിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് വന്നു കഴിഞ്ഞാൽ കറണ്ട് സോഴ്സ് ആയിട്ടും കറണ്ട് സോഴ്സ് വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ്, ഇത് തിരിച്ചും ട്രൂ ആണ്. അപ്പോൾ ഐയും ആറും തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വി കണ്ടുപിടിക്കാം? ഐയും ആറും തന്നു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദിസ് വി കിട്ടും. സോ വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ആയിരിക്കും കറസ്പോണ്ടിങ് സോഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ ലോ റെസിസ്റ്റൻസ്. കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് എ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കറണ്ട് സോഴ്സിന് എപ്പോഴും റെസിസ്റ്റൻസ് പാരൽ ആയിരിക്കും, സീരീസ് വോൾട്ടേജ് സോഴ്സിന് എപ്പോഴും റെസിസ്റ്റൻസ് സീരീസ് ആയിരിക്കും. ഓക്കെ, so here there is one problem is given. So here replace the given network with a single current source and a resistor. ഒരു കറണ്ട് സോഴ്സ് വെച്ച് ഈ ഒരു സിംഗിൾ കറണ്ട് സോഴ്സ്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഓൾറെഡി there is a current source, already there is a current source. പക്ഷേ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആ വോൾട്ടേജ് സോഴ്സിനെ മാറ്റി കറണ്ട് സോഴ്സ് ആക്കണം. എന്നിട്ട് ആ രണ്ട് കറണ്ട് സോഴ്സിനെ ക്ലബ് ചെയ്ത് ഒറ്റ കറണ്ട് സോഴ്സ് ആക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിച്ചിരിക്കുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ, വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്ററിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് എ റെസിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ? വേർ I equal to V by R, ഇതാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പൊ ഈ പ്രിൻസിപ്പിൾ, അപ്പം വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്ററിനെ മാത്രമേ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. അതേപോലെ കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് എ റെസിസ്റ്ററിനെ മാത്രമേ നമുക്ക് തിരിച്ചും കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ഇത് തിരിച്ചും ട്രൂ ആണ്. ദിസ് ഈസ് ഓൾസോ ട്രൂ. നമുക്കൊരു കറണ്ട് സോഴ്സിന് നമുക്ക് തിരിച്ചൊരു വോൾട്ടേജ് സോഴ്സും ആക്കാം, വോൾട്ടേജ് സോഴ്സിനെ നമുക്കൊരു കറണ്ട് സോഴ്സ് നെറ്റ്വർക്കും നമുക്കാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ 10 ആംപിയറിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് കാണാം, 10 ആംപിയറിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് കാണാം, 10 ആംപിയറിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് കാണാം അല്ല, 10 ആംപിയറിന്റെ ഒരു കറണ്ട് സോഴ്സ്, 20 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ്, 2 റെസിസ്റ്റർ. അപ്പൊ നമുക്കിവിടെ 20 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സ്, 10 ആംപിയറിന്റെ കറണ്ട് സോഴ്സ്, അല്ലേ? അപ്പൊ ഇതില് 20 വോൾട്ടിന് പാരലൽ ആയിട്ടാണ് 5 ഓം റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. 20 വോൾട്ടിന് പാരലൽ ആയിട്ടാണ് 5 ഓം റെസിസ്റ്റർ ഈസ് ഗിവൺ ഇൻ ആസ് പാരലൽ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ കറണ്ട് സോഴ്സ് ആയിട്ട് മാറ്റാം? ഈ പാരലൽ റെസിസ്റ്റൻസ്, ഒരു വോൾട്ടേജ് സോഴ്സിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ യു ക്യാൻ ഡിസ്കാർഡ് ദിസ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെ നിങ്ങൾക്ക് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. 10 ആംപിയർ 6 ഓം റെസിസ്റ്ററിനെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റാം. 10 ആംപിയർ 6 ഓമിന് നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റാം അല്ലെ? കാരണം 10 ആംപിയർ ഇൻ പാരൽ വിത്ത് 6 ഓമിന് നമുക്ക് വേണമെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റാം. അതെങ്ങനെ മാറ്റാം? സോ 10 ആംപിയർ, 10 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 60 വോൾട്ട് കിട്ടും. 10 ഇൻറ്റു 6 60 വോൾട്ട്. അപ്പൊ ഈ പോർഷനെ നമുക്ക് ഈ ഒരു പോർഷനെ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റാം. ഈ ഒരു പോർഷനെ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റാം. 10 ഇൻറ്റു 6 60 വോൾട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നെറ്റ്വർക്കിനെ എനിക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഒരു 60 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് 6 ഓം അല്ലേ? 6 ഓം. ഈ റെസിസ്റ്റർ തന്നെ 6 ഓമിൽ വരും. സോ ദിസ് ഈസ് 60 വോൾട്ട്.
and there is one more voltage source 20 volt. ഇവിടെ ഒരു 20 വോൾട്ടിൻ്റെ സോഴ്സ് ഉണ്ട്. ഈ 5 ഓം നിങ്ങൾക്ക് ഡിസ്കാർഡ് ചെയ്യാം. 5 ഓം നിങ്ങൾക്ക് ഡിസ്കാർഡ് ചെയ്യാം. കാരണം എ വോൾട്ടേജ് സോഴ്സ് പാരൽ വിത്ത് എ റെസിസ്റ്റൻസ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇറ്റ് ഈസ് റിഡൻഡൻറ്റ്. സോ ഇറ്റ് കാൻ ബി നമുക്കതിനെ അവോയ്ഡ് ചെയ്യാം. അപ്പം ഈ നെറ്റ്വർക്കിന് നമുക്ക് ഇങ്ങനെയാക്കി മാറ്റാം. ഓക്കെ, ഇനി രണ്ട് വോൾട്ടേജ് സോഴ്സ് ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ് മൈനസ്. സോ ദ നെറ്റ് വോൾട്ടേജ് വിൽ ബി, ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ, 60 + 20 ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ നെറ്റ്വർക്ക് എങ്ങനെയായിട്ട് മാറും? നമ്മുടെ നെറ്റ്വർക്കിൽ എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ റെസിസ്റ്റർ ആയിട്ട് മാറും. സിംഗിൾ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് 60 + 20 = 80 ആയിരിക്കും. സോ 80 വോൾട്ട് പ്ലസ് 6 ഓം. ഇനി ഇതിനെ ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് നമുക്ക് മാറ്റാം. ഇതിനെ നമുക്കൊരു കാരണം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സിംഗിൾ കറണ്ട് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ കറണ്ട് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്ന വോൾട്ടേജ്, നമുക്ക് ഈ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജിനെ കറണ്ട് സോഴ്സ് ആയിട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് മാറ്റണമെങ്കിൽ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റെസിസ്റ്റൻസ് സെയിം തന്നെയാണ്. ഇവിടുത്തെ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 80 / 6 ആയിരിക്കും. 80 / 6. So that is equal to 40/3. The value will be 40/3 ആയിരിക്കും. അപ്പോൾ 40/3 ആംസ് ആയിരിക്കും ഇവിടുത്തെ വാല്യൂ. 40/3 ആംസ് ആയിരിക്കും കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ. അപ്പം ഇതാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കാനുള്ള ഒരു പ്രോബ്ലമാണ് ഞാനിവിടെ ചെയ്തത്. ഇതിൽ ഞാൻ ആദ്യമേ 5 ഓമിനെ ഞാൻ ഡിസ്കാർഡ് ചെയ്തു. കാരണം ഒരു വോൾട്ടേജ് സോഴ്സിന് പാരലായിട്ട് ഒരു 5 ഓം ഇട്ട് കഴിഞ്ഞാൽ അത് സോഴ്സ് ട്രാൻസ്ഫോർമേഷന് ഇറലവൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. സോ അത് ഡിസ്കാർഡ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ചെയ്തത് 10 ആംപിയർ 6 ഓമിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റി. സോ ഐ ഗോട്ട് ഇറ്റ് ആസ് 60 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 6 ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 20 വോൾട്ട്. 20 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ 16 20 ചേർന്നപ്പോൾ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് വോൾട്ടേജ് ആഡ് ആയി. സോ 80 വോൾട്ട്. 80 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 6 ഓം. അതിനെ ഞാൻ കറണ്ട് സോഴ്സ് ആക്കിയപ്പോൾ 80/6 = 40/3 ആംസ് കൊടുത്ത് ഇൻ പാരൽ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ ഇക്വലന്റ് കറണ്ട് സോഴ്സ് ആയിട്ട് മാറ്റാം. അപ്പോൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷനിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാം. വളരെ സിമ്പിളാണ്. V/R ചെയ്ത് കഴിഞ്ഞാൽ I കിട്ടും. V/R ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് സോഴ്സിനുള്ള I കിട്ടും. അല്ലെങ്കിൽ കറണ്ട് അറിയാം, I/R ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വോൾട്ടേജ് സോഴ്സിനുള്ള V കിട്ടും. ഒരു വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് മാത്രമേ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാവൂ. കറണ്ട് സോഴ്സിന് പാരൽ ആയിട്ട് വേണം റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ. അല്ലാതെയുള്ള എല്ലാ റെസിസ്റ്റൻസിനും നിങ്ങൾക്ക് ഡിസ്കാർഡ് ചെയ്ത് നിങ്ങൾക്ക് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ സർക്യൂട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ഒന്നും കൂടെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇതാണ് നമ്മുടെ ആ ഫിഗർ. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. So voltage source in series with a resistance, current source in parallel with a resistance. Okay. Now the next topic is some base things like what do you mean by node, branch, loop and mesh? Node, branch, loop and mesh. ഇപ്പം പി എസ് സിയുടെ ട്രെൻഡ്, പി എസ് സി ക്വസ്റ്റ്യൻസിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. തിയറി ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് തരും. ആ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷനിൽ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് എന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഗാർഡിംഗ് ഓംസ് ലോ ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 സ്റ്റേറ്റ്മെന്റ് വരും. ആ 3 സ്റ്റേറ്റ്മെന്റിന്റെ 1-2 കോമ്പിനേഷൻ, 1-3 കോമ്പിനേഷൻ, 1 കോമ്പിനേഷൻ വെച്ചിട്ട് അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ക്ലീൻ ആയിട്ട് നമ്മൾ പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്തുവാണ് ഒരു നോഡ്? ഒരു സർക്യൂട്ടിലെ നോഡ് എന്തുവാണ്? നമ്മളെല്ലാവരും വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് നോഡ്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ, നോഡ്, എ നോഡ് ഈസ് എ ജംഗ്ഷൻ where 2 or more networks are connected together. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ
So suppose this is a network, this is a current source, this is a voltage source, current source, this is R1, R2 and R3. This is R1, R2, R3. Then a node is a junction where two or more network elements. So I can call it as a node. This is a node. Two elements consider it a node. So I can say. So this is a node. In blue color shaded, it's a node. Okay. This is also a node. So it's an interconnection of R1, R2 and a current source. So this is also a node. This node is voltage in R1 in interconnection. R3 current source in interconnection. Idum or node. So this one is also these three nodes same nodes. This node same point and common point. So this junction is node. But node is a junction where two or more, at least two elements interconnect in a junction is node. Ini branch ennu paranjal, second one is branch. Branch ennu paranjal an element or number of elements connected between two nodes. രണ്ട് നോട്ട്സിനിടയിൽ കണക്ട് ചെയ്യപ്പെട്ട രണ്ട് നോട്ട്സിനിടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന എലമെന്റ്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന പാത്തിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. സോ ദിസ് ഈസ് എ ബ്രാഞ്ച്. ഇതൊരു ബ്രാഞ്ചാണ്. R1 എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ R2 എന്ന് പറയുന്ന എലമെന്റ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പാത്തിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. സോ ഇറ്റ്സ് ആൻ എലമെന്റ് ഓർ നമ്പർ ഓഫ് എലമെന്റ്സ് കണക്റ്റഡ് ബിറ്റ്വീൻ ടു നോഡ്സ്. അപ്പോൾ ഇവിടുത്തെ ഇതൊരു ബ്രാഞ്ചാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച്. അപ്പം ഈ നോഡിനും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചാണ് കറന്റ് സോഴ്സ്. സോ ബ്രാഞ്ച് എന്ന് പറയുന്നത് രണ്ട് നോഡ്സിനിടയിൽ കണക്ട് ചെയ്യപ്പെട്ട എലമെന്റ്സിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. ഇനി ലൂപ്പ് എന്ന് പറഞ്ഞാൽ എ ലൂപ്പ് ഈസ് എനി ക്ലോസ്ഡ് പാർട്ട് ഓഫ് ദ സർക്യൂട്ട്. ആണ് ലൂപ്പ്. ഫോർ എക്സാമ്പിൾ, ഈ സർക്യൂട്ടിൽ എ ബി സി ഡി ഇ എഫ് എന്ന് ഞാൻ ഓരോ പോയിന്റിനും ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ വെർട്ടെക്സിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സേ എ ബി സി ഇ എഫ് എ. സോ ദിസ് വൺ എ ബി സി ഇ എഫ് എ, ഇതിനെ പറയുന്ന പേരാണ് ലൂപ്പ്. അപ്പൊ ലൂപ്പ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് പാത്ത്. അപ്പൊ എ ബി സി ഇ എഫ് എന്ന് പറയുന്ന ഒരു ലൂപ്പാണ്. അതുപോലെ അടുത്ത ലൂപ്പ് എനിക്ക് എഴുതാം, വേറൊരു ലൂപ്പ് എനിക്ക് എഴുതാം, എ ബി സി ഡി എ, അതൊരു ലൂപ്പാണ്. എ ബി സി ഡി എ ഈസ് അനദർ ലൂപ്പ്, അല്ലെ, ഒരു സിമ്പിൾ ലൂപ്പാണ്. അതുപോലെ സി ഡി ഇ എഫ്, ഇതും സി ഡി ഇ എഫ് ഡി എന്ന് പറയുന്നത് അടുത്തൊരു ലൂപ്പാണ്, അല്ലെ. ദിസ് ലൂപ്പ് ഇതൊരു ലൂപ്പാണ്. ഇൻ ദ സിമിലർ വേ ദിസ് എക്സ്റ്റേണൽ ഈസ് അനദർ ലൂപ്പ്. അപ്പൊ ഏതെങ്കിലും സർക്യൂട്ടിലുള്ള ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് പാത്തിനെ പറയുന്ന പേരാണ് ലൂപ്പ്. ദീസ് ആർ ഓൾ ലൂപ്സ്, അല്ലെ. ഇതൊക്കെയാണ് ഈ സർക്യൂട്ടിലെ ലൂപ്സ്. പക്ഷെ ഇനി മെഷ് ഉണ്ട്. മെഷ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് എലിമെന്ററി ലൂപ്പിനെ പറയുന്ന പേരാണ് മെഷ്. ആ മെഷിനകത്ത് പിന്നെ ഒരു ലൂപ്പോ നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ദ മോസ്റ്റ് എലിമെന്ററി ആയിട്ടുള്ള ക്ലോസ്ഡ് പാത്തിനെ പറയുന്ന പേരാണ് മെഷ്. അപ്പം മെഷിനകത്ത് പിന്നെ നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പം ഈ എഴുതിയിരിക്കുന്ന ലൂപ്പില് എ ബി സി ഡി എ എന്ന് പറയുന്നതും സി ഡി ഇ എഫ് ഡി എന്ന് പറയുന്നതും, അതായത് ഈ രണ്ട് ലൂപ്പും മെഷസ് ആണ്. They are called meshes. This one is not a mesh. ഇത് മെഷ് അല്ല. അതൊരു ലൂപ്പാണ്, അല്ലെ. എ ബി സി ഇ എഫ് എന്ന് പറയുന്ന ലൂപ്പിനകത്ത് യു ക്യാൻ സീ ടു മെഷസ്. പക്ഷേ എ ബി സി ഡി എ എന്ന് പറയുന്നതും സി ഡി ഇ എഫ് ഡി എന്ന് പറയുന്നതും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലൂപ്പാണ്. ഫണ്ടമെന്റൽ ലൂപ്പിനെ പറയുന്ന പേരാണ് മെഷ്. അപ്പം ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഓൾ ലൂപ്സ് ആർ നോട്ട് മെഷസ് ബട്ട് ഓൾ മെഷസ് ആർ ലൂപ്പ്. എല്ലാ മെഷസും ലൂപ്പാണ്, പക്ഷേ എല്ലാ ലൂപ്സും മെഷസ് അല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ്
റിഗാർഡിംഗ് ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല സ്റ്റേറ്റ്മെന്റ്സ് തരും. നോഡിന്റെ ഡെഫിനിഷൻ തരും, ബ്രാഞ്ചിന്റെ ഡെഫിനിഷൻ തരും, ലൂപ്പിന്റെ ഡെഫിനിഷൻ തരും, മെഷിന്റെ ഡെഫിനിഷൻ തരും. എന്നിട്ട് ഏതെങ്കിലും ഒന്ന് തെറ്റിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? 1, 2 ആർ കറക്റ്റ്, 1, 3 ആർ കറക്റ്റ്, 1, 2, 3 ആർ കറക്റ്റ്. ഇതാണ് ഇപ്പോഴത്തെ PSCയുടെ ഫോർമാറ്റ്. അതുകൊണ്ട് ഇതുപോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണം. മെഷും ലൂപ്പും നമ്മൾ വിചാരിക്കും രണ്ടും ഒന്നാണെന്ന്. രണ്ടും ഒന്നല്ല. ലൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാർജർ വൺ. ഒരു ലൂപ്പിനകത്ത് വേണമെങ്കിൽ സബ് ലൂപ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ മെഷ് എന്ന് പറയുന്ന ഇറ്റ്സ് എ മോസ്റ്റ് ഫണ്ടമെന്റൽ ലൂപ്പിനെ പറയുന്ന പേരാണ് മെഷ്. ഓൾ മെഷസ് ആർ ലൂപ്സ് ബട്ട് ഓൾ ലൂപ്സ് ആർ നോട്ട് മെഷസ്. മെഷാണ് ചെറുത്, ലൂപ്പ് വലുതാണ്. ഓക്കെ, ഓൾ മെഷസ് ആർ ലൂപ്സ് ബട്ട് ഓൾ ലൂപ്സ് ആർ നോട്ട് മെഷസ്. അപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് നോഡ് ഏത്, നോഡ് എന്താണെന്ന് മനസ്സിലാക്കി, ബ്രാഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി, ലൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കി, മെഷ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കിർച്ചോഫ്സ് കറന്റ് ലോ ആണ്. കിർച്ചോഫ്സ് കറന്റ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. കിർച്ചോഫ്സ് കറന്റ് ലോ, കിർച്ചോഫ്സ് കറന്റ് ലോ. കിർച്ചോഫ്സ് കറന്റ് ലോ പറയുന്നത് ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ സം, ഓൾജിബ്രായിക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു നോഡിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ഓൾജിബ്രായിക് സം 0 ആയിരിക്കും. ദ ഓൾജിബ്രായിക് സം ഓഫ് കറന്റ്സ് meeting at a junction or node in an electric circuit is 0. That is called Kirchhoff's current law. Kirchhoff's current law. അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഫിഗറിൽ ജംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. ജംഗ്ഷനിൽ പറയുന്നത് സം കറന്റ്സ് ആർ ഇൻകമിങ് കറന്റ്സ്. സോ ഹിയർ I1 is incoming, I5 is incoming, I3 is incoming to the junction, while I2 and I4 is outgoing currents. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് I1 plus I3 plus I5. ഇൻകമിങ് കറണ്ട്, സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു സം ഓഫ് ഔട്ട്ഗോയിങ് കറണ്ട്, അല്ലെങ്കിൽ ഓൾജിബ്രായിക് സം ഓഫ് all the currents meeting at a point, meeting at a junction, meeting at a node, it is equal to 0. algebraic sum 0 ആവണം. അല്ലെങ്കിൽ സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു സം ഓഫ് ഔട്ട്ഗോയിങ് കറണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, so that is Kirchhoff's current law. Now the next law is Kirchhoff's voltage law. Kirchhoff's voltage law എന്ന് പറയുന്നത് ഒരു മെഷിൽ, അല്ലേ, ഒരു മെഷിൽ ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ലൂപ്പ്, അതിനെ പറയുന്നതാണ് മെഷ്. സപ്പോസ് R1 R2 ആൻഡ് there is a voltage source. അപ്പം ഈ ലൂപ്പിനകത്ത് സപ്പോസ് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ആ ലൂപ്പിനകത്തുള്ള വോൾട്ടേജുകളുടെ സം, algebraic sum of all the voltages, algebraic sum of all the voltages in any closed circuit or mesh or loop. ഒരു ലൂപ്പിലാവാം, ഒരു മെഷിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ 0 ആയാൽ then that law is Kirchhoff's voltage law. The algebraic sum of all the voltages in a loop, ലൂപ്പിലാവാം, അല്ലെങ്കിൽ മെഷിലാവാം, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള algebraic sum of voltagesനെ പറയുന്ന പേര്, algebraic sum of voltages 0 ആയിരിക്കണം. ആ ലോയാണ് Kirchhoff's voltage law. അല്ലെങ്കിൽ സം ഓഫ് EMFs should be equal to sum of voltage drops or rises meeting on the way. Sum of EMFs and sum of voltage drops or rises meeting on the way is 0. എല്ലാത്തിൻ്റെയും സം എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് PSCയിൽ Kirchhoff's വോൾട്ടേജ് ലോയും കറണ്ട് ലോയും യൂസ് ചെയ്ത് സർക്യൂട്ട് സോൾവ് ചെയ്യാനുള്ള വളരെ അപൂർവമായിട്ട് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പക്ഷെ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാവുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. മെഷ് ലോ അല്ലെങ്കിൽ ലൂപ്പ് ലോ എന്ന് പറയപ്പെടുന്നത്, Kirchhoff's വോൾട്ടേജ് ലോയാണ്. മെഷിലോ അല്ലെങ്കിൽ ലൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോ Kirchhoff's വോൾട്ടേജ് ലോ ആണ്. Kirchhoff's വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. Kirchhoff's വോൾട്ടേജ് ലോയുടെ ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പം Kirchhoff's വോൾട്ടേജ് ലോ ഈസ് ഇക്വലന്റ് ടു കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഇങ്ങനെ പല ഓപ്ഷൻസ് തരാം. ഈസ് കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്
കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം കിർച്ചോഫ് കറണ്ട് ലോയെ നമ്മൾ നോഡ് ലോ എന്നോ ജംഗ്ഷൻ ലോ എന്നോ ഒക്കെ പറയും. It is based on the principle of conservation of charge. It is based on the principle of conservation of charge. Principle of conservation of charge നെ ബേസ് ചെയ്തിട്ടുള്ള ലോ ആണ് കിർച്ചോഫ്സ് കറണ്ട് ലോ. കിർച്ചോഫ്സ് കറണ്ട് ലോ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അത് ചോദിക്കും, കിർച്ചോഫ്സ് കറണ്ട് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്ഷൻ കൺസർവേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് this momentum, conservation of voltage or conservation of energy. ഇങ്ങനെ പല ഓപ്ഷൻസ് തരും. It is based on the conservation of charge. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ കൺസർവേഷൻ ഓഫ് എനർജിയും കിർച്ചോഫ് കറണ്ട് ലോ കൺസർവേഷൻ ഓഫ് ചാർജ്. കറണ്ട് ലോ കറണ്ടിനെ ബേസ് ചെയ്തിരിക്കുന്ന ചാർജ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്ന വർക്ക് ഡൺ ആണ്, വർക്ക് ഡൺ. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എനർജി. അപ്പം വോൾട്ടേജിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന എനർജി, കറണ്ടിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ചാർജ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിന്റെ കിർച്ചോഫ്സ് കറണ്ട് ലോ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടേത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഇനി നമ്മൾ ഇത് രണ്ടും ലോസ് ആണ്. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ വെരി ബേസിക് സയന്റിഫിക് എക്സ്പ്ലനേഷൻസ്. പക്ഷേ തിയറം എന്ന് പറഞ്ഞാൽ പ്രൂഫോട് കൂടി, മാത്തമെറ്റിക്കൽ പ്രൂഫോട് കൂടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് തിയറം എന്ന് പറയുന്നത്. ലോ എന്ന് പറയുന്ന ഫാക്റ്റ് ആണ്. തിയറം എന്ന് പറയുന്നത് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ തിയറംസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലിനകത്ത് കുറച്ച് തിയറംസ് ഉണ്ട്. അത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന തിയറംസ് സൂപ്പർ പൊസിഷൻ തിയറം, തെവിനിൻസ് തിയറം, നോർട്ടൺസ് തിയറം ആണ് നമ്മുടെ സിലബസിൽ ആകെ പറഞ്ഞിരിക്കുന്ന തിയറംസ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ചിലപ്പം അതിൽ നിന്ന് പുറത്തുനിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിയറംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ തിയറംസിനെ കുറിച്ച് കൂടുതൽ പറയാം. ഇതിൽ PSCക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കുറച്ച് ഏരിയ ആണ്. ഈ ഓരോ തിയറംസ് ഏത് നെറ്റ്വർക്കിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ആപ്ലിക്കബിൾ ടു ഫണ്ടമെന്റൽ. സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് ലീനിയർ നെറ്റ്വർക്ക് ആയിരിക്കണം. നെറ്റ്വർക്ക് നോൺ ലീനിയർ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ യു കാണ്ട് അപ്ലൈ സൂപ്പർ പൊസിഷൻ തിയറം. സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ലീനിയർ നെറ്റ്വർക്ക് ആയിരിക്കണം. അതുപോലെ ബൈലാറ്ററൽ എലമെന്റ്സ് ആയിരിക്കണം നെറ്റ്വർക്കിനകത്ത് ഉണ്ടായിരിക്കേണ്ട. ബൈലാറ്ററൽ എലമെന്റ്സ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. കറണ്ടിന്റെയും വോൾട്ടേജിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അതിലൂടെയുള്ള വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരരുത്. അപ്പം അങ്ങനെയുള്ള നെറ്റ്വർക്ക് എലമെന്റ്സ് ഉള്ള നെറ്റ്വർക്കിലാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ആപ്ലിക്കബിൾ ടു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. അപ്പോൾ ചോദിക്കും വിച്ച് സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ആപ്ലിക്കബിൾ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്: ലീനിയർ ബൈലാറ്ററൽ, നോൺ ലീനിയർ ബൈലാറ്ററൽ, ലീനിയർ യൂണിലാറ്ററൽ, നൺ ഓഫ് ദീസ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തരാം. അപ്പം നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുക. ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. തെവിനിൻസ് തിയറവും ലീനിയർ നെറ്റ്വർക്കിനാണ് ആപ്ലിക്കബിൾ. ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് തെവിനിൻസ് തിയറവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നോർട്ടൺസ് തിയറം ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം, തെവിനിൻസ് തിയറം ആൻഡ് നോർട്ടൺസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ടു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. നെക്സ്റ്റ് തിയറം ഈസ് ടെലിജൻസ് തിയറം. ടെലിജൻസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ടു എനി നെറ്റ്വർക്ക്. ഏത് ലീനിയർ ആയാലും നോൺ ലീനിയർ ആയാലും ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും ടൈം വേരിയന്റ് ആയാലും ടൈം ഇൻവേരിയന്റ് ആയാലും ഏത് ടൈപ്പ് നെറ്റ്വർക്ക് ആയാലും യു ക്യാൻ അപ്ലൈ ടെലിജൻസ് തിയറം. ഇപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറം ക്യാൻ ബി അപ്ലൈ ടു എനി നെറ്റ്വർക്ക്? ഓപ്ഷനിൽ സൂപ്പർ പൊസിഷൻ, തെവിനിൻ, നോർട്ടൺ, റെസിപ്രോസിറ്റി, ടെലിജൻ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് ടെലിജൻ. ടെലിജൻസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിലും പറ്റും. ടെലിജൻസ് തിയറം യു ക്യാൻ അപ്ലൈ ഇൻ എനി നെറ്റ്വർക്ക്. ഇനി ടെലിജൻസ് തിയറം ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടാണ് ടെലിജൻസ് തിയറവും നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ടെലിജൻസ് തിയറം ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നൗ റെസിപ്രോസിറ്റി തിയറം. റെസിപ്രോസിറ്റി തിയറത്തിന് മസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിന് മാത്രമേ റെസിപ്രോസിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. റെസിപ്രോസിറ്റി ഒരു സർക്യൂട്ടിലെ റെസിപ്രോസിറ്റി തിയറം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് നെറ്റ്വർക്ക് വിൽ ബി എ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്.
ഒരു നെറ്റ്വർക്ക് ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് തന്നെ നമ്മൾ റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്തിട്ടാണ്. ഒരു നെറ്റ്വർക്ക് ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ഒരു നെറ്റ്വർക്ക് ഗിവൺ നെറ്റ്വർക്ക് ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ റെസിപ്രോസിറ്റി തിയറം വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്രോസിറ്റി തിയറം പ്രൂവ് ആവണമെങ്കിൽ ദ നെറ്റ്വർക്ക് ഷുഡ് ബി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. അതേസമയം ഒരു നെറ്റ്വർക്ക് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്താൽ മതി. ഒരു സർക്യൂട്ട് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബേസിക് തിയറം എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ തിയറം. ഒരു സർക്യൂട്ട് ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിയറം റെസിപ്രോസിറ്റി തിയറം. റെസിപ്രോസിറ്റി തിയറം. റെസിപ്രോസിറ്റി തിയറം. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് Millman's theorem. Millman's theorem you can apply to any type of network. Just like Intelligence theorem, ഈ Millman's theorem നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് കോമ്പൻസേഷൻ തിയറം. Compensation theorem is applicable to linear bilateral time invariant network. Linear bilateral time invariant നെറ്റ്വർക്കിലാണ് കോമ്പൻസേഷൻ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോമ്പൻസേഷൻ തിയറത്തിനും കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ് ഷുഡ് ബി ലീനിയർ, ഇറ്റ് ഷുഡ് ബി ബൈലാറ്ററൽ ആസ് വെൽ ആസ് ടൈം ഇൻവേരിയന്റ് നെറ്റ്വർക്ക്. അപ്പോൾ ഏത് നെറ്റ്വർക്കിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് തിയറംസ് ആണ് Millman's theorem, Intelligence theorem. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടുള്ള തിയറം Intelligence theorem ആണ്. ലോ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ്. ലോ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും തിയറം Intelligence theorem ആണ്. ഓക്കെ, സൂപ്പർ പൊസിഷൻ തിയറം ആണ് നമ്മൾ ഒരു സർക്യൂട്ട് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിയറം സൂപ്പർ പൊസിഷൻ തിയറം. ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ബൈലാറ്ററൽ ആണോ യൂണിലാറ്ററൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിപ്രോസിറ്റി തിയറമാണ്. റെസിപ്രോസിറ്റി തിയറം. അപ്പോൾ ഓരോ തിയറത്തിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറവും നോർട്ടൺ തിയറവും തെവനിൻ തിയറത്തിൻ്റെയും സർക്യൂട്ട് സൊല്യൂഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു സർക്യൂട്ട് എക്സാമ്പിൾ വെച്ച് പറയും. അതേപോലെ ആ മൂന്ന് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആ മൂന്ന് തിയറം മാത്രമേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. പക്ഷേ സ്പെഷ്യാലിറ്റീസ് ഓഫ് തിയറത്തിൽ നമ്മൾ ജസ്റ്റ് എല്ലാ തിയറംസിൻ്റെയും ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞു പോകും. കാരണം അത് മേ ബി ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ കാണാം. അത് വളരെ റിസ്ക് കൂടാതെ നമുക്ക് പഠിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. രണ്ട് ലോസ് ആണ് ഇലക്ട്രിക്കൽ ലോസ് എന്ന് പറയുന്നത്. രണ്ടെണ്ണമാണ് KVL and KCL. KVL is based on conservation of energy. KCL is based on conservation of charge. Conservation of charge. Superposition theorem, it is applicable to a linear network, linear bilateral network. ഒരു സർക്യൂട്ട് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ ചെക്ക് ചെയ്യാനായിട്ട് യു ക്യാൻ യൂസ് സൂപ്പർപൊസിഷൻ തിയറം. ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിന് Thevenin's theorem, Norton's theorem is applicable only to linear bilateral network. Thevenin's theorem and Norton's theorem is applicable only to linear bilateral network. Intelligence theorem and Millman's theorem. Intelligence theorem, Millman's theorem, it can be applicable to any network. Intelligence theorem, Millman's theorem, it is applicable to any network, any network. And Intelligence theorem, it is based on law of conservation of energy. It is based on law of conservation of energy. ഇനി റെസിപ്രോസിറ്റി തിയറം, ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് ഒരു സർക്യൂട്ട് ബൈലാറ്ററൽ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതാണ്? റെസിപ്രോസിറ്റി തിയറമാണ്. ഒരു സർക്യൂട്ട് ബൈലാറ്ററൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറം റെസിപ്രോസിറ്റി തിയറം. ഇനി കോമ്പൻസേഷൻ തിയറത്തിന് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. സർക്യൂട്ട് ടൈം ഇൻവേരിയൻറ്റ് സർക്യൂട്ടും ആയിരിക്കണം ആൻഡ് ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കും ആയിരിക്കണം. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് തിയറംസ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, കറണ്ട് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതിനുശേഷം എന്താണ് നോഡ്, ബ്രാഞ്ച്, ലൂപ്പ്, മെഷ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ഓഫ് നോഡ്, ബ്രാഞ്ച്, ലൂപ്പ്, മെഷ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കി. വോൾട്ടേജ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ, വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കറണ്ട് സോഴ്സിലേക്ക് എങ്ങനെ പോവാം, കറണ്ട് സോഴ്സിനെ എങ്ങനെ തിരിച്ച് വോൾട്ടേജ് സോഴ്സ് ആക്കാം എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതിനു മുമ്പ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക് അല്ലേ, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ആക്റ്റീവ് നെറ്റ്വർക്ക്, പാസീവ് നെറ്റ്വർക്ക്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് ആൻഡ് സർക്യൂട്ട്, ആക്റ്റീവ് എലമെന്റ്, പാസീവ് എലമെന്റ്, ലംപ്ഡ് പാരാമീറ്റേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സ്, ലീനിയർ, നോൺ ലീനിയർ, ടൈം വേരിയൻറ്റ്, ടൈം ഇൻവേരിയൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ ആദ്യം നമ്മൾ നോക്കിയത് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, ഹൗ ടു കൺവേർട്ട് സ്റ്റാർ ടു ഡെൽറ്റ ആൻഡ് ഫ്രം ഡെൽറ്റ ടു സ്റ്റാർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്നുള്ള ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർപൊസിഷൻ തിയറം, നോർട്ടൺ തിയറം ആൻഡ് തെവനിൻ തിയറം. 3 തിയറം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പ്രോബ്ലംസും ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടിൽ ദെൻ, ഓക്കെ, താങ്ക് യു.